ഈ ഓൺലൈൻ മജ്‌ലിസിനെ കുറിച്ച് എത്ര വീഡിയോ ചെയ്താലും ഒരിക്കലും മനസ്സിന് ശാന്തി കിട്ടില്ല. എന്താണെന്ന് വെച്ചാൽ ഈ ഓൺലൈൻ മജ്‌ലിസ് എന്ന് പറയുന്നത് വൻ തട്ടിപ്പായിട്ട് മാറിയിരിക്കുകയാണ്. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞത് കേട്ടോ. പക്ഷേ എല്ലാവരും ഒരുപോലെ എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ഏതായിട്ടും ഇന്ന് എനിക്ക് നിങ്ങളോട് പറയാനുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ഓൺലൈൻ മജ്‌ലിസിനെ കുറിച്ചിട്ടാണ്. പക്ഷേ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല, ചില വീഡിയോസൊക്കെ കാണിച്ചു തരാം. എന്നാൽ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. യൂട്യൂബിൽ ഒരു വീഡിയോ കാണാൻ വേണ്ടി കഴിഞ്ഞു. ഒരു പ്രസംഗമാണ് ഒരു ഉസ്താദിൻ്റെ. അതൊരു ക്വാളിറ്റി ഓഫ് മുസ്ലിംസ് എന്ന് പറയുന്ന ഒരു ചാനലിലൂടെ അപ്ലോഡ് ചെയ്ത ഒരു വീഡിയോ ആണ്. ഈ ഒരു വീഡിയോ ആണ് ഞാൻ നിങ്ങൾക്ക് പ്ലേ ചെയ്ത് കാണിക്കാൻ വേണ്ടി പോകുന്നത്. അതിന് മുമ്പായിട്ട് ഈ ഓൺലൈൻ മജ്‌ലിസിനെ കുറിച്ച് ചില കാര്യങ്ങൾ നിങ്ങളോട് ഓർമ്മപ്പെടുത്തുകയാണ്. എല്ലാ മജ്‌ലിസും ഒരുപോലെ തന്നെയാണെന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല. ചില മജ്‌ലിസുകൾ നല്ല ടോപ്പിൽ തന്നെ ഇരിക്കുന്ന ചില മജ്‌ലിസുകളിൽ തട്ടിപ്പുകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ അറിയാതെ തന്നെ അതിലേക്ക് നിങ്ങൾ വീണു പോകുന്നുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പല പ്രാവശ്യം ഞാൻ ഈ ഒരു വീഡിയോ മുഖേന നിങ്ങളോട് വന്ന് ഞാൻ സംസാരിച്ചിട്ടുമുണ്ട്. ചില വീഡിയോസുകൾ നിങ്ങളോട് കാണിച്ച് തന്നെ ആ ഒരു വിഷയത്തെക്കുറിച്ച് ഞാൻ സംസാരിച്ചിട്ടുമുണ്ട്. ഞാൻ മാത്രമല്ല, ചില ഉസ്താദന്മാരും ഇതിനെതിരെ ശക്തമായി തന്നെ എതിർക്കുകയും ചെയ്തിട്ടുണ്ട്. അൻസാരി സഹരി ഉസ്താദിനെ പോലെയുള്ള പല ആൾക്കാരും ഇതിനെ തെളിവ് സഹിതം പുറത്തുവിട്ട് പല കാര്യങ്ങളും നിങ്ങളോട് അറിയിച്ചു തന്നിട്ടുണ്ട്. എന്നാലും മാറാത്ത ചില ആൾക്കാരുണ്ട്. എങ്ങനെയാണോ ഒരു മാദക വസ്തുവിനിക്ക് എന്ന് വെച്ചാൽ MDMA പോലുള്ള മാദക വസ്തുവിനിക്ക് എങ്ങനെയാണോ നിങ്ങൾ അഡിക്റ്റായി പോകുന്നത്, അല്ലെങ്കിൽ ആൾക്കാർ അഡിക്റ്റായി പോകുന്നത്, അതുപോലെയാണ് ഈ ഓൺലൈൻ മജ്‌ലിസിലേക്കും അഡിക്റ്റായി പോയ ആൾക്കാരുള്ളത്. തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോൻ്റെ താഴെ കമൻറ്റ് ബോക്സിൽ നിറഞ്ഞു നിൽക്കും, തെറിവിളിയുടെ അഭിഷേകം തന്നെ നടക്കും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. എന്നാലും ഒരിക്കലും ഇത് നിർത്താൻ വേണ്ടി പോകുന്നില്ല. എന്തായാലും ഓൺലൈൻ മജ്‌ലിസിനെ കുറിച്ച് എന്തെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ അത് ഞാൻ ഉടനെ തന്നെ വീഡിയോ ചെയ്ത് നിങ്ങളുടെ അടുത്ത് എത്തിച്ചു തരും എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ഇത് കണ്ട് ഒരാളെങ്കിലും മാറിയാൽ അത് തന്നെ മതി എന്നുള്ളതാണ് എൻ്റെ ഒരു നിഗമനം. ഇപ്പോഴല്ല, ഞാൻ എത്രയോ വർഷങ്ങളായി ഈ വീഡിയോ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇൻഷാ അല്ലാ ഏതായിട്ടും ചില ആൾക്കാരൊക്കെ ആ ഓൺലൈൻ മജ്‌ലിസിനെ കുറിച്ച് അഭിപ്രായങ്ങളും വ്യത്യാസങ്ങളൊക്കെ നമ്മളോട് സംസാരിക്കാറുമുണ്ടായിരുന്നു. എന്നോട് കോൾ വിളിച്ചും ചില ആൾക്കാർ പറഞ്ഞിട്ടുണ്ട് ചില കാര്യങ്ങൾ. അതൊക്കെ നമ്മൾ ഓൾറെഡി മുമ്പ് തന്നെ വീഡിയോ ചെയ്ത് ഇറക്കിയിട്ടുമുണ്ടായിരുന്നു. അതിനെക്കുറിച്ചൊന്നും ഞാൻ കൂടുതലായിട്ടും പറയുന്നില്ല. ഞാൻ നിങ്ങൾക്കൊരു പ്രഭാഷണം കേൾപ്പിച്ചു തരാം, അതൊന്ന് കേട്ട് നോക്കി. ഇതിൽ നിങ്ങൾക്ക് എത്രത്തോളം യാഥാർത്ഥ്യമുണ്ട് എന്ന് നിങ്ങൾ മനസ്സറിഞ്ഞ് നിങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക. പിന്നെ അതിലേക്ക് തന്നെ അഡിക്റ്റായി പോയി ഉള്ള ആൾക്കാരോട് ഒന്നും ചെയ്യാൻ കഴിയില്ല. അവർ തന്നെ സ്വയം ചിന്തിച്ച് ഇതിൽ നിന്ന് പിന്മാറിയാൽ രക്ഷപ്പെടും എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അവസാനം ആഗ്രഹം വിജയിക്കണം എന്നുണ്ടെങ്കിൽ ഒന്ന് പിന്മാറി നോക്കിയാലേ നല്ലത് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ, ഇൻഷാ അല്ലാഹ് ഏതായിട്ട് ഞാൻ ആ പ്രഭാഷണം കേൾപ്പിച്ചു തരാം. ശരിക്കും ഫാത്തിഹ ഓതാൻ പോലും അറിയില്ല. ഞാൻ ഒരിക്കലും ഒരു യൂട്യൂബിലെ ഒരു വലിയനെ കണ്ടു. അദ്ദേഹത്തിന്റെ ലൈവിൽ കുറെ ആളുകളൊക്കെ ഉണ്ടാവും. അദ്ദേഹം ഇങ്ങനെ സൂറത്തുൽ ഫാത്തിഹ പാരായണം ചെയ്യുമ്പോൾ ഫാത്തിഹയിൽ തന്നെ മാരകമായ തെറ്റ്, സൂറത്തുൽ ഫാത്തിഹയിൽ തന്നെ മാരകമായ തെറ്റ്. പിന്നീട് അദ്ദേഹം ഒരു സ്വലാത്ത് ചൊല്ലിപ്പോൾ അതിന്റെ ബാക്കി ചൊല്ലാൻ കിട്ടുന്നില്ല. അപ്പൊ അദ്ദേഹം പറഞ്ഞ സ്വലാത്ത് എനിക്ക് ചൊല്ലാൻ അറിയില്ല, നിങ്ങൾ ചൊല്ലിക്കോളൂ എന്നുള്ളൂ. അപ്പോ ഏറ്റവും പ്രാഥമികമായിട്ടൊരു മനുഷ്യൻ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ പോലും അറിയാത്ത ജാഹിലീകളായ ആളുകൾ ഇത് നല്ല ഒരു ബിസിനസിന്റെ ഏരിയയാണ് എന്ന് മനസ്സിലാക്കി, പാവപ്പെട്ട ആളുകളെ വഞ്ചിക്കാൻ പറ്റുന്ന ഒരു ഏരിയയാണെന്ന് മനസ്സിലാക്കി അത്തരം ആളുകൾ ഇന്ന് സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുകയാണ്. അതിലൊന്നും മുസ്ലിം സമൂഹം പെട്ടുപോകാൻ പാടില്ല. ഉസ്താദ് പറഞ്ഞതിൽ ആ ബിസിനസ് എന്ന് പറയുന്ന വാക്കുണ്ടല്ലോ, യാഥാർത്ഥ്യം അത് 100% ശരിയാണ്. എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഈ ഓൺലൈൻ മജ്‌ലിസ് എന്ന് പറയുന്നത് ഒരു ബിസിനസ്സായി കൊണ്ട് നടക്കുകയാണ്. നിങ്ങളൊന്നും ചിന്തിച്ച് നോക്കിയാൽ ഒരു കുടുംബത്തിലെ ആൾക്കാർ അവരുടെ കുടുംബത്തിലുള്ള പാവപ്പെട്ടവർ ഒന്നും ചിന്തിക്കുന്നില്ല. എവിടെയോ ഓൺലൈൻ മജ്‌ലിസിൽ ഇരുന്ന് സംസാരിക്കുന്നതായ ആ ഉസ്താദിന് പണം അയച്ചു കൊടുക്കാൻ ഇവരുടെ കയ്യിൽ കാശുണ്ട്. പക്ഷേ അവരുടെ കുടുംബത്തിൽ തന്നെ പാവപ്പെട്ട ആൾക്കാർക്ക് കൊടുക്കാൻ ഇവരുടെ കയ്യിൽ 1 രൂപ പോലും ഇല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. എവിടെയോ കഷ്ടപ്പെട്ട് ജോലി ചെയ്ത് മാസം സാലറി ഒക്കെ അയച്ചു കൊടുക്കുന്നുണ്ട് വീട്ടിലേക്ക്. ഈ പെണ്ണുങ്ങളാണെങ്കിലോ അല്ലെങ്കിൽ ആ വീട്ടിൻ്റെ ഉമ്മയാണെങ്കിലോ ആ പണത്തെ ഈ ഓൺലൈൻ മജ്‌ലിസ് നടത്തുന്ന ഉസ്താദന്മാർക്കാണ് കൊടുക്കുന്നത്. പാവപ്പെട്ട ആൾക്കാർക്ക് കൊടുത്തൂടെ? എന്തിനാണ് വെറുതെ? നമ്മൾ വളരെ ഗൗരവത്തോടെ ചിന്തിക്കണം. ഇത് അള്ളാഹുവിന്റെ ദീൻ. ആ ദീൻ എന്ന് പറയുന്നത് ആർക്കെങ്കിലും എന്തെങ്കിലും അവകാശപ്പെടാൻ പറ്റുന്നതല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പൂർത്തിയാക്കി പഠിപ്പിച്ചു തന്നതാണ് നമ്മുടെ ദീൻ. അൽയൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി വറദീതു ലക്കും അൽ ഇസ്ലാമ ദീന. ഈ ദീനിനെ നിങ്ങൾക്ക് പൂർത്തിയാക്കി പഠിപ്പിച്ചു എന്ന് പറയുമ്പോൾ അതിൽ ഒരു വലിയ ആരാകണം, അതിന്റെ നിബന്ധന എന്താണ് എന്നതൊക്കെ കൃത്യമായി പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇത്തരത്തിലുള്ള വ്യാജന്മാരിൽ നമ്മൾ വിട്ടുപോകാൻ പാടില്ല. അള്ളാഹുവിന്റെ ഔലിയാക്കളുടെ പ്രധാനപ്പെട്ട നിബന്ധനയാണ് അവർ വലിയാവുക. സുബ്ഹാനല്ലാഹ്. ഒരാള് ഇതുപോലെ ഒരു കള്ളത്വരീഖത്തിൽ വ്യാജത്വരീഖത്തിൽ വിട്ടു. അപ്പൊ അദ്ദേഹത്തോട് സംസാരിച്ചപ്പോ അദ്ദേഹം പറയുന്നത്, ഞാൻ അദ്ദേഹത്തിൽ പല അത്ഭുതങ്ങളും കാണുന്നു എന്നതാണ്. പല അത്ഭുതങ്ങളും അദ്ദേഹത്തിൽ കാണുകയാണ്. സുബ്ഹാനല്ലാഹ്.
അടയാളങ്ങളും കണ്ടതുകൊണ്ട് മാത്രം അദ്ദേഹം വലിയാണെന്ന് പറയാൻ പറ്റും. എന്നിട്ട് അദ്ദേഹം വളരെ അത്ഭുതത്തോടെ പറയുന്നു, അദ്ദേഹത്തിന്റെ അടുത്തേക്ക് ഇദ്ദേഹം ചെന്നപ്പോൾ ഇദ്ദേഹം വന്ന വഴിയിൽ ഏത് വാഹനത്തിലാണ് വന്നത്, എവിടെ ഇറങ്ങിയിട്ടാണ് ചായ കുടിച്ചത്, ഏത് സ്റ്റോപ്പിൽ നിന്നാണ് കയറിയത്, ആരോടൊക്കെയായിരുന്നു സംസാരിച്ചിരുന്നത്, ഇതൊക്കെ ഇദ്ദേഹം ഇങ്ങനെ പറഞ്ഞു തരും. ഇത് കേട്ടപ്പോഴേക്ക് ഇദ്ദേഹത്തിന് ഉറപ്പായി ഇത് ഔലിയാക്കളിൽപ്പെട്ട ആൾ തന്നെയാണ്, അതുകൊണ്ട് ഒരാൾ വലിയാവില്ല. അത് വാസ്തവത്തിൽ ഓരോ മനുഷ്യന്റെ ശരീരത്തിലും ഒരു മലക്കും ഒരു ശൈത്വാനുമുണ്ട്. എല്ലാ മനുഷ്യന്മാർക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, എന്റെ ഖലീൽ അഥവാ റസൂലുള്ളാഹി തങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന ആള് മുസ്ലിമായി. റസൂലുള്ളാഹിയുടെ അടുക്കൽ പിന്നെ മുസ്ലിം ആകാതെ നിൽക്കാൻ കഴിയില്ല. അപ്പൊ റസൂലുള്ളാഹി തങ്ങൾ മാറ്റി വെച്ചാൽ ബാക്കിയുള്ള എല്ലാവരുടെ കൂടെ ഒരു മലക്കും ഉണ്ടാവും, ഒരു ശൈത്വാനും ഉണ്ടാവും. ഈ ശൈത്വാന്റെ സ്വാധീനം കൂടുമ്പോഴാണ് നമ്മൾ ശൈത്വാന് പൈശാചികമായ കാര്യങ്ങൾ ചെയ്യുന്നത്. മലക്കിലാണ് നമ്മൾ സ്വാധീനം കൂടുതലെങ്കിൽ നമ്മൾ മലക്കിയായ അവസ്ഥകളിലേക്കാണ് പോകൽ. അപ്പോ ഒരു പിശാചിന്റെ സേവയുള്ള ഒരാളുടെ അടുത്തേക്ക് നമ്മൾ ചെന്നാൽ ആ പിശാചിന്റെ അദ്ദേഹത്തിന്റെ അരികിലുള്ള ശൈത്വാന്മാർ നമ്മുടെ കൂടെയുള്ള ശൈത്വാനുമായിട്ട് പെട്ടെന്ന് കമ്പനിയായി വന്ന വഴിക്കുള്ള കാര്യങ്ങളൊക്കെ പരസ്പരം കൈമാറി, അത് ഇദ്ദേഹത്തിന് കൈമാറി. ഇദ്ദേഹം അതൊരു വലിയ സംഗതിയായിട്ട് പറയുമ്പോൾ ഈ ഒരു ലോകത്തെക്കുറിച്ച് അറിവില്ലാത്തവർ അവർ ധരിക്കും ഇതെന്തോ ഒരു വലിയ കറാമത്താണ്. സുബ്ഹാനല്ലാഹ്, അങ്ങനെ കറാമത്തല്ല. എന്നാൽ കറാമത്ത് കാണിക്കലാണോ ഒരു വലിയ വലിയാണോ അല്ലേ എന്ന് അറിയാനുള്ള മാനദണ്ഡം അല്ല. കറാമത്ത് കാണിക്കുന്നു അല്ലേ എന്നത് ഔലിയാക്കളിൽ ഒരു പ്രധാനപ്പെട്ട ഒരു വിഷയമേ അല്ല. മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു ഒരിക്കൽ അവിടുത്തെ ഒരു സദസ്സിലേക്ക് അവിടുത്തെ പ്രധാനപ്പെട്ട മുരീദന്മാർ നമ്മൾ വലിയ ഔലിയാക്കളാണ്, ആ ഔലിയാക്കളായ മുരീദന്മാർ വന്നു. അതിൽപ്പെട്ട ഒരാള് പറന്നിങ്ങനെ വന്നു മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹുവിന്റെ സദസ്സിലേക്ക്. കറാമത്ത് കൊണ്ട് പറന്നു വന്നതാണ്. ബഹുമാനപ്പെട്ട മുഹീദ്ദീൻ ശൈഖ് തങ്ങൾക്ക് ദേഷ്യം പിടിച്ചു. അവിടുന്ന് വളരെ ശക്തമായിട്ട് ആ മുരീദിനെ ബഹുമാനപ്പെട്ട മുഹീദ്ദീൻ ശൈഖ് തങ്ങൾ താക്കീത് ചെയ്തു. കാരണം അള്ളാഹുവിന്റെ ഔലിയാക്കൾ കറാമത്ത് പ്രകടിപ്പിക്കുക എന്നത് ഇപ്പോഴാണ്. കറാമത്ത് എന്ന് പറയുന്ന ഒന്നുണ്ട്, അതെന്താണ്? ഇവിടെ ഇപ്പോ ഈ മുതുകാട് എന്ന് പറയുന്ന ഒരു മജീഷ്യൻ ഉണ്ടല്ലോ, അയാൾ വലിയ അത്ഭുതങ്ങളും കാണും, അത് കറാമത്തല്ല. ഇതിൽ ആദ്യം പറഞ്ഞല്ലോ, അതായത് ഫാത്തിഹ പോലും ഓതാൻ അറിയാത്ത ആൾക്കാരൊക്കെ നേതൃത്വം വഹിക്കുന്നുണ്ടെന്ന്. ഇത് യഥാർത്ഥത്തിൽ ശരിയായിട്ടുള്ള കാര്യമാണ്. ഇതിനെ പറ്റിയിട്ട് ആദ്യം ഒരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് ചാനലൊന്ന് ചെക്കൗട്ട് ചെയ്താൽ നിങ്ങൾക്ക് അറിയാൻ വേണ്ടി കഴിയും. ഈ മറ്റേ നൂറെ ഹബീബ് എന്ന് പറയുന്ന ഒരു തങ്ങളുണ്ടല്ലോ ലൈവ് നടത്തുന്ന, മൂപ്പരെ ലൈവ് മജ്‌ലിസിലൊക്കെ പല രീതിയിലുള്ളതൊക്കെ നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നുണ്ട്. മറ്റേ തെറിവിളികൾ വിളിക്കുന്നതും ഉപ്പാക്ക് വിളിക്കുന്നതും പിന്നെ കുറേ അതൊക്കെ വീഡിയോ ഉണ്ട്, ഒന്ന് ചെക്കൗട്ട് ചെയ്താൽ മതി ചാനലിലൊക്കെ. അത് കറാമത്തല്ല. അതെന്താണ്? അത് കൺകെട്ട് വിദ്യയാണ്. അത് ആർക്കും പഠിച്ചെടുക്കാം. അത് ചില പ്രത്യേക പരിശീലനമൊക്കെ ഉണ്ടെങ്കിൽ ആർക്കും അത് പഠിച്ചെടുക്കാൻ പറ്റും. എന്നാൽ അള്ളാഹുവിന്റെ നബിമാർക്കും അള്ളാഹുവിന്റെ ഔലിയാക്കൾക്കും അള്ളാഹു തആല കൊടുക്കുന്ന മുഅ്ജിസത്ത് കറാമത്ത് അത് ഇതുപോലുള്ള കൺകെട്ട് വിദ്യകൾ അല്ല. പിന്നെയോ അത് അള്ളാഹു തആല അവർക്ക് പ്രത്യേകം കൊടുക്കുന്ന ഒരു പവറാണ്. പ്രത്യേകമായി അള്ളാഹു തആല അവർക്ക് കൊടുക്കുന്ന ഒരു പവറാണ്. ആ പവർ എന്ന് പറയുന്നത് ഈ പ്രാപഞ്ചിക നിയമങ്ങൾക്ക് വിരുദ്ധമായിട്ട് സംഭവിക്കുന്നതാണ്. മജീഷ്യന്മാരുടേത് പ്രാപഞ്ചിക നിയമങ്ങൾക്ക് അതീതമായി സംഭവിക്കുന്നതാണ്. ലോകത്ത് പ്രപഞ്ചത്തിൽ ഏത് കാര്യവും പ്രപഞ്ച നിയമങ്ങൾക്കനുസരിച്ചേ ഇവിടെ ഉണ്ടാകും. ഒരു ബോൾ എടുത്തിട്ട് മേലോട്ടെറിഞ്ഞാൽ ആ ബോളിന് താഴെ വീഴുക എന്നതേ നടക്കൂ. കാരണം പ്രപഞ്ച നിയമം അങ്ങനെയാണ്. ഗുരുത്വാകർഷണം വിലയുള്ളത് കൊണ്ട് ആ ബോളിന് ഇനി മുകളിലേക്ക് കയറി പോകാൻ പറ്റില്ല, അത് താഴോട്ട് വീഴും. എന്നാൽ ഒരു മജീഷ്യൻ ഒരു ബോൾ ഇട്ടപ്പോൾ തന്നെ മുകളിലേക്ക് പോകുന്നുവെങ്കിൽ അതിന്റെ പിന്നിൽ എന്തോ ഒരു സീക്രട്ട് ഉണ്ട്. ആ സീക്രട്ട് കണ്ടുപിടിച്ചാൽ അത് ആർക്കും അത് ചെയ്യാൻ കഴിയും. എന്നാൽ ഔലിയാക്കളുടെ കറാമത്ത് അങ്ങനെയല്ല, നബിമാരുടെ മുഅ്ജിസത്ത് അങ്ങനെയല്ല. ഈ പ്രപഞ്ചത്തിന്റെ നിയമം സംവിധാനിച്ച അല്ലാഹു തആല അവർക്ക് വേണ്ടി അത് മാറ്റിക്കൊടുക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരിക്കൽ ഒരു അറാബിയെ കാണുകയാണ്. ഇത് ഏകദേശം കുറേ ലോങ് ആയിട്ടുണ്ട് സ്പീച്ച്, നിങ്ങൾക്ക് കാണാവുന്നതാണ്. ആ ഒരു ചാനൽ തന്നെ ചെക്കൗട്ട് ചെയ്തു. അപ്പോൾ ഏതായിട്ട് ഞാൻ പറഞ്ഞു വരുന്നത്, ഇത്തരത്തിലുള്ള ഇത് കെണിയിൽ ചെന്ന് ആരും പെട്ടുപോകേണ്ട എന്നാണ് നിങ്ങളോട് അഭ്യർത്ഥിക്കാനുള്ളത്. ഇൻഷാ അല്ലാഹ് ഏതായിട്ടും ആഖിറും അള്ളാഹു വിജയിപ്പിച്ച് തരുമാറാകട്ടെ നമ്മുടേതൊക്കെ. അപ്പോൾ ആഖിറും വിജയിക്കണമെന്നുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങളിൽ നിന്ന് ഒന്ന് പിന്മാറി നിൽക്കുക. ഈ ഓൺലൈൻ മജ്‌ലിസും മറ്റ് തട്ടിപ്പ് നടത്തുന്ന ആൾക്കാരെ ബാക്കിലോട്ട് പോവാതെ ഇരിക്കുക എന്നാണ് നിങ്ങളോട് ഓർമ്മപ്പെടുത്താനുള്ളത്. ഇൻഷാ അല്ലാഹ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങൾ ചിന്തിച്ച് ഒന്ന് കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക. അല്ലാതെ ആദ്യം തന്നെ വന്ന് തെരുവിൽ നടത്തേണ്ട. ഓക്കെ, ഏതായിട്ട് ഞാൻ മറ്റൊരു കാര്യം കൂടി നിങ്ങളോട് പറയാനുള്ളത്, ഒരു ലൈവ് മജ്‌ലിസ് നടത്തുന്ന ഒരാളുടെ പിന്നിൽ ആണ് എന്ന് നിങ്ങൾ വിചാരിക്കുക. ഓക്കെ, ആ ആൾ അത്രയും പെർഫെക്റ്റ് ആണെന്നുണ്ടെങ്കിൽ അവർക്ക് എങ്ങനെയാണ് അതായത് ഈ ഓൺലൈൻ മജ്‌ലിസിനെ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ വ്യക്തിക്ക് എങ്ങനെയാണ് ഒരു തെറി വിളിക്കാൻ വേണ്ടി കഴിയുക?
നമ്മുടെ മുമ്പത്തെ വീഡിയോസിൻ്റെ അകത്ത് ധാരാളം ആൾക്കാരുണ്ട് ഈ ഓൺലൈൻ മജ്ലിസ് നടത്തുന്ന നേതൃത്വം വഹിക്കുന്നതായ മറ്റ് തങ്ങന്മാരും ഉസ്താദന്മാരായിട്ടുള്ള ആൾക്കാരൊക്കെ ഉണ്ടല്ലോ, അവരുടെ ഫോട്ടോ വെച്ചുകൊണ്ട് തെരുവിളി അഭിഷേകം നടത്തുന്ന ആൾക്കാരുണ്ട്. ഒന്ന് ചെക്കൗട്ട് ചെയ്താൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇൻഷാ അല്ലാഹ് ഏതായിട്ടും ഞാൻ ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. ആരും ഇത്തരത്തിലുള്ള കെണിയിൽ ചെന്ന് പെട്ടു പോകരുത് എന്ന് വീണ്ടും ഓർമ്മപ്പെടുത്തിക്കൊണ്ട് വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.